ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇത് ഞാൻ വന്നിരിക്കുന്നത് കായ കൊണ്ടുള്ള ഒരു ഫ്രൈ ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ ഫ്രൈ ആണ്. നമുക്ക് ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അത്രയും നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈ ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഞാനൊരു കായ കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചീകിയെടുക്കണം, തൊലി കളയണം. തൊലി കളഞ്ഞിട്ടാണ് ഞാനിന്നിപ്പോൾ ഇവിടെ വറുക്കാൻ പോകുന്നത്. അപ്പോൾ തൊലി കളയാൻ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പീലർ വെച്ചിട്ട് കളയുന്നതാണ് കേട്ടോ. നിങ്ങൾക്കിനി അതല്ല കത്തി വെച്ചിട്ടാണ് നിങ്ങൾക്ക് പരിചയമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും പീലർ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വരാം. അപ്പോൾ അതാണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കൂടെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വട്ടത്തിലാണ് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. വട്ടത്തിലാണ് ഞാനിന്ന് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ ഉള്ള രീതിയിൽ നടുവേ മുറിച്ച് നമുക്കിങ്ങനെ കീറിയിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. അന്നേരം അത് ഇച്ചിരി കൂടെ വലിപ്പത്തിൽ നല്ല പഴംപൊരിയുടെ ഷേപ്പിലൊക്കെ ഇരിക്കുന്നു മാത്രം. ഞാൻ പക്ഷെ ഇന്ന് കുഞ്ഞ് ഇതുപോലത്തെ വട്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളക്കടല മസാലയുടെ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ അറിയാതെയാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് അറിഞ്ഞത് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് ഒരു കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. അത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഒരു ഞാൻ വെള്ളക്കടല ഞാൻ അടിക്കുന്നത് മിക്സിയിൽ 5 വിസിൽ വരെ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കുക്കറിലാണ് കേട്ടോ. അത് തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ശരി. അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കായ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ല, അത്രയും ഒരു സൈസിലാണ് എടുക്കുന്നത് കേട്ടോ. അത്രയും ഒരു കനത്തിലാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു മഞ്ഞൾപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയാണ്. അതങ്ങ് സ്പീഡിൽ പറയുമ്പോൾ അങ്ങ് ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്തത് 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ജീരകമാണ്, ഒരു 1/4 ടീസ്പൂണോളമുള്ള ജീരകം. പിന്നെ ചേർക്കുന്നത് ഗരം മസാലപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ അല്ലെങ്കിൽ അത് ചതച്ചതോ ആയിട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നല്ല ഫൈനായിട്ടിരിക്കും. ഇപ്പം ഞാനിന്നിപ്പോൾ ഇവിടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്. അടുത്തത് 1 ടേബിൾ സ്പൂണോളമുള്ള കടലമാവ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ആണെങ്കിലും ചേർക്കാം. അടുത്തത് ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. അതൊരു 2 നുള്ളോളമുള്ള കായത്തിൻ്റെ പൊടി ചേർക്കണം. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കായ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫ്ലേവർ അതിനില്ല. അപ്പോൾ മാക്സിമം നമ്മൾ പൊടികളും അതുപോലെ ഈ പറഞ്ഞ കായപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്കൊരു മീൻ ഇല്ലാത്തൊരു മീൻ ഫ്രൈ എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പെരുംജീരകം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചേർത്തിട്ടുള്ള ജീരകത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് നല്ല ജീരകത്തിൻ്റെ പൊടിയായിരുന്നു കേട്ടോ. ഇനി ഞാൻ അല്പം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇനി ഈ പൊടികളൊക്കെ തന്നെ ഒരു ബൗളിനകത്തിട്ട് അല്പം വെള്ളവും അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിനാക്കിയിട്ട് ആ പേസ്റ്റ് നമുക്ക് ഈ ഒരു കായയിൽ തേച്ച് കൊടുത്താലും മതിയാവും. ഞാനിന്നിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ അല്പം കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്നൊരു എന്താ പറയുക, കുറച്ചൊരു നനവോട് കൂടിയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഞാനിതൊന്ന് മിക്സ് ആക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങളിതാ ഇതുപോലെ നമുക്ക് അങ്ങനെ തേച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഈ ഒരു കായയിൽ നന്നായി പിടിക്കത്തക്ക രീതിയിലൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്നില്ലെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കായലൊക്കെ ഒന്ന് നന്നായിട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിവിടെ വറക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതുപോലത്തെ നാടൻ ഭക്ഷണങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുഴുവൻ കുരുമുളക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളമുള്ള മുഴുവൻ കുരുമുളക് ഈ എണ്ണയിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ഈ കായ വറുത്തതിന്.
അപ്പോൾ ഇതാ ഇനി നമുക്ക് കായ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ അത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം ഒരു 1 മിനിറ്റോളം സമയം മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ത്രൂ ഔട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കായാണ് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ നമ്മളിത് കനം കുറച്ചിട്ടാണ്, വലിയ കനത്തിലൊന്നും അല്ല നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത് ഇവിടെ നിന്ന് ആവട്ടെ. അപ്പോൾ ആ നേരം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സോയാസ് ഫാഷൻ എന്നാണ്. ഹാൻഡ് എംബ്രോയ്ഡറി, അതുപോലെ ക്രാഫ്റ്റ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ആ ചാനലൊന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലിങ്കൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കായ ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു കടല മാവ് അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതില്ലാതെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് ചേർത്താലാണ് നമുക്ക് പുറമേയൊക്കെ ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഞാൻ ഈ മാറ്റുന്ന പാത്രത്തിൽ അല്പം സവോള ഒന്ന് നടുവേ കീറി മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയും വെച്ചിട്ടുണ്ട്. ഒരു ഭംഗിക്കുമാണ്. നമുക്ക് നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞ് കഴിക്കുന്നത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം. ഇതാ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കായ ഫ്രൈ ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇതാ അവസാനമായിട്ട് അല്പം നാരങ്ങ നീരൊന്ന് പുറമെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ നല്ലതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു മീൻ ഫ്രൈ ആണെന്ന് കരുതി കഴിക്കാം. കാരണം അതേ ടേസ്റ്റ് തന്നെയാണ്, ആ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.